ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ലുലുവിലോട്ട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. ലുലു എത്തി, നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അൽക്കൂദിലുള്ള ലുലുവിൽ തന്നെയാണ് പോയത് കേട്ടോ. നമ്മളിപ്പോൾ ഒമാനിലാണുള്ളത്. സോ ഒമാൻ അൽക്കൂദിലുള്ള ലുലുവിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ചേട്ടൻ വളരെ വേഗത്തിൽ നടന്ന് നമ്മൾ അങ്ങനെ ലുലുവിലെത്തി. എസ്കലേറ്റർ കയറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് പോയത്. അവിടെ ഒരുപാട് വിലക്കുറവിൽ ഒത്തിരി പ്ലേറ്റ്സും പാത്രങ്ങളും, അതുപോലെ തന്നെ ലേഡീസ് സെക്ഷനിലാണെങ്കിൽ ഒരുപാട് ഹെയർ ക്ലിപ്പും ചെരുപ്പുകളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയും അതുപോലെ തന്നെ നല്ല വിലക്കുറവിലും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ പാത്രത്തിനൊക്കെ ഏകദേശം 200 പേയ്സ്, അതായത് നാട്ടിൽ 40-50 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി ചെരുപ്പ് കളക്ഷൻ, ഒത്തിരി പാവക്കുട്ടികൾ, അതുപോലെ തന്നെ ഒരുപാട് ടോയ്സ്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ടോയ്സ് എല്ലാം അവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നമുക്ക് കണ്ടു നിന്ന് തന്നെ എന്താ പറയുക, ഒത്തിരി സമയം പോകും. പിന്നെ വെറൈറ്റി കളക്ഷനിൽ ഒരുപാട് ചെരുപ്പുകൾ. ഇപ്പോൾ ഈ കാണിക്കുന്നത് നമ്മൾ എണ്ണയൊക്കെ സ്പ്രേ ചെയ്യുന്നതാണ് കേട്ടോ. അത് വളരെ വിലക്കുറവിൽ കണ്ടായിരുന്നു ഒന്ന്. പിന്നെ നമ്മൾ ഹോം ഡെക്കർ ചെയ്യുന്ന സാധനങ്ങൾ, വീട്ടിലൊക്കെ ഹോം ഡെക്കറേഷൻ വയ്ക്കുന്ന ഫ്ലവർ വേസിൻ്റെ മാതിരി കുറേ ഉണ്ടായിരുന്നു. അവിടെ ക്യൂട്ടായിട്ട് നമ്മൾ എലീനെ കണ്ടിരുന്നു കേട്ടോ. എലിയുടെ ഒരു ടോയിനെ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കാറൊക്കെ കണ്ടു. അതിനിടയ്ക്ക് ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊരു ചെരുപ്പ് ട്രൈ ചെയ്തു. പിന്നെ അവിടെ കണ്ടതാണ് നമ്മുടെ മണമുള്ള ക്യാൻഡിൽസ്, അരോമാറ്റിക് ആയിട്ടുള്ള ക്യാൻഡിൽസ്, ഫ്രാഗ്രൻസ് ഉള്ള ക്യാൻഡിൽസ് ഉണ്ട്. അതൊക്കെ വളരെ വിലക്കുറവായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു കാർ പ്രാന്തനായതുകൊണ്ട് തന്നെ കാറുകളുടെയൊക്കെ ഒരു മിനിയേച്ചർ ഇതുണ്ടായിരുന്നു. വീണ്ടും ഞാൻ ചെരുപ്പ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ചെരുപ്പായിരുന്നു, പക്ഷേ അത് എടുത്തിട്ടില്ല ഞാൻ. അതിന് വരെ ഒരു ഷൂ ആണ് എടുത്തത്. സൈസും ഒക്കെ എനിക്ക് കറക്റ്റായിരുന്നു, എല്ലാം ഇഷ്ടപ്പെട്ടു. എന്നിരുന്നാലും ഞാൻ ആ ചെരുപ്പ് എടുത്തില്ല. വളരെ വിലയും കുറവായിരുന്നു കേട്ടോ ചെരുപ്പിനൊക്കെ. എന്നാലും ചെരുപ്പ് എടുത്തില്ല, പകരം ഒരു ഷൂ ആണ് കേട്ടോ ഞാൻ എടുത്തത്. ഇഷ്ടംപോലെ കളക്ഷൻസ്, ചെരുപ്പിൻ്റെ ഒരു മാരക കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ വണ്ടിയും തൂക്കി എൻ്റെ ഹസ്ബൻഡ് വരുന്നു. ഇത് ജെൻസ് കളക്ഷനാണ്, ജെൻസിൻ്റെ ചെരുപ്പുകളാണ്. ജെൻസിനും ഒത്തിരി വെറൈറ്റി ചെരുപ്പുകൾ, നമ്മൾ കെട്ട് ചെരുപ്പ് അല്ലെങ്കിൽ ഷൂസ്, അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഞാൻ അവിടെ കണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് വെജിറ്റബിൾസൊക്കെ എടുക്കുകയാണ്, ബ്രൊക്കലിയൊക്കെ എടുക്കുകയാണ്. ഇപ്പോൾ ബ്രൊക്കലിയുടെ തണ്ടില്ലേ, സ്റ്റെമ്മ് കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ അതും തൂക്കം വന്നിട്ട് ഒത്തിരി പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. അവിടെ ഇങ്ങനെ ഒരു കവർ വെച്ചിട്ടുണ്ടായിരിക്കും, അതിലോട്ട് നമ്മൾ ബ്രൊക്കലി ഇട്ടിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ബില്ല് ചെയ്യും. അവിടെ ഒരു ചേച്ചി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചേട്ടന്മാർ ഇരിക്കുന്നുണ്ടായിരിക്കും, ബില്ല് ചെയ്ത് സ്റ്റിക്കർ ഒട്ടിക്കും. പിന്നെ എക്സൈറ്റിംഗ് ആയിട്ട് പറയുന്നത് നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകും. മറ്റേതുണ്ടല്ലേ, മറ്റേ സ്ലൈസസും, ഇത് അല്ലേ കുട്ടി ബീഫ് എന്ന് പറയുന്ന സാധനം. നാട്ടിലതേ ബ്ലഡ് കൊടുക്കനെ കിട്ടണ ബീഫാണത്. 1.8 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ്, നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴോട്ട് പോവുകയാണ്. ഒരു എന്താ പറയുക, ട്രോളി നിറച്ചും സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടി. അങ്ങനെ ഞാൻ വളരെ സന്തോഷപൂർവ്വം പോവാണ് ലുലുവിന്.